أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. السلام عليكم ورحمة الله وبركاته. വിശുദ്ധ ഖുർആനിലെ സൂറ ബഖറയിലെ 154-ാമത്തെ സൂക്തമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: വിശ്വസിച്ചവരെ, നിങ്ങൾ സഹനവും പ്രാർത്ഥനയും വഴി സഹായം തേടുവിൻ. നിശ്ചയമായും അള്ളാഹു സഹനശീലരുടെ കൂടെയാകുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സയ്യിദ്നാ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ സൂക്തത്തിൽ നിന്നും വ്യക്തമാകുന്നത് മിൻ ഹൈത്തു ഖറജ്ത, നീ എവിടെ നിന്ന് പുറപ്പെട്ടുവോ എന്നത് മക്ക വിജയവുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. കാരണം ക്ഷമയും പ്രാർത്ഥനയും സബറും സലാത്തും കഷ്ടപ്പാടുകളുടെ സമയത്താണല്ലോ ആവശ്യമായി വരുന്നത്. നേരത്തെ ജൂതന്മാരിൽ നിന്നുള്ള പീഡനങ്ങൾ നേരിട്ട ഘട്ടത്തിൽ അള്ളാഹു അരുൾ ചെയ്തിരുന്നു, ക്ഷമയിലൂടെയും പ്രാർത്ഥനയിലൂടെയും അള്ളാഹുവിൻ്റെ സഹായം തേടുക. ഇപ്പോൾ മക്ക വിജയത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അള്ളാഹു പറയുന്നു, യുദ്ധത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. നിങ്ങളുടെ ഉറ്റവർ രക്തസാക്ഷികളാവുകയും ചെയ്യും. എന്നാൽ അത്തരം കഷ്ടപ്പാടുകളിൽ ഭീരുത്വം കാണിക്കരുത്. മറിച്ച് പൂർണ്ണമായ അചഞ്ചലതയോടെ ത്യാഗങ്ങൾ തുടരുക. പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ നിങ്ങളുടെ ദൈവത്തോട് ക്ഷമയിലൂടെയും പ്രാർത്ഥനയിലൂടെയും സഹായം തേടുക. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പ്രയാസമോ കഷ്ടപ്പാടോ ഉണ്ടാകുമ്പോൾ കരയുന്നതോ അല്ലെങ്കിൽ സഹായത്തിനായി ആഗ്രഹിക്കുന്നതോ നിഷിദ്ധമല്ല എന്ന മഹത്തായ കാര്യം ഈ വചനം വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹു ഇപ്രകാരം അരുൾ ചെയ്തത്, നിങ്ങൾക്ക് പലതരം പ്രതിസന്ധികൾ നേരിടേണ്ടി വരും, നിങ്ങൾ അവ അനുഭവിക്കുകയും ചെയ്യും. എന്നാൽ ആ വേദനയ്ക്കുള്ള ചികിത്സയായി ക്ഷമയെയും പ്രാർത്ഥനയെയും ഉപയോഗിക്കുക. വേദനയോ കഷ്ടപ്പാടോ ഒട്ടും അനുഭവിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. ഹദീസുകളിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൊച്ചുമകൻ മരണത്തോടടുത്തപ്പോൾ അവിടുത്തെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുകയുണ്ടായി. ഇത് കണ്ട ഒരു സഹാബി ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങും കരയുകയാണോ? അവിടുന്ന് മറുപടി നൽകി, അള്ളാഹു എൻ്റെ ഹൃദയത്തെ കഠിനമാക്കിയിട്ടില്ല. ചുരുക്കത്തിൽ, വേദന അനുഭവപ്പെടുന്നത് നിഷിദ്ധമല്ല. എന്നാൽ ധൈര്യം ചോർന്ന് ജോലി ഉപേക്ഷിക്കുന്നതും മുറവിളി കൂട്ടുന്നതുമാണ് നിഷിദ്ധം. അതുകൊണ്ടാണ് അള്ളാഹു അരുൾ ചെയ്തത്, കഷ്ടപ്പാടുകൾ ഉണ്ടാകും, വാളുകൾ ചലിക്കും, നിങ്ങളുടെ കഴുത്തുകൾ വെട്ടിമാറ്റപ്പെടും. എങ്കിലും അവയിലൊക്കെ ക്ഷമ കൈക്കൊള്ളുകയും ഉറച്ച ബോധ്യത്തോടെ സ്വന്തം ദൗത്യത്തിൽ ഏർപ്പെടുകയും ചെയ്യുക. നിങ്ങൾക്ക് ദുഃഖം തോന്നരുത് എന്ന് ഞങ്ങൾ പറയുന്നില്ല. അത് തടയാൻ കഴിയാത്തൊരു സ്വാഭാവിക വികാരമാണ്. ഈ ത്യാഗങ്ങളിൽ അടിയുറച്ചു നിൽക്കണമെന്നും നിങ്ങളുടെ പാദങ്ങൾ ഒരിക്കലും ഇടറാൻ അനുവദിക്കരുതെന്നും മാത്രമാണ് നാം പറയുന്നത്. എങ്കിലും ഇവയൊക്കെ ഭൗതികമായ മാർഗങ്ങൾ മാത്രമാണെന്ന് അള്ളാഹു വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ യഥാർത്ഥ കടമ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും പ്രാർത്ഥനകളിലൂടെ അവൻ്റെ സഹായം തേടുകയുമാണ്. അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും പ്രാർത്ഥന ഒരു പതിവാക്കി മാറ്റുകയും ചെയ്യാത്തിടത്തോളം നിങ്ങൾക്ക് വിജയം കൈവരിക്കാനാവില്ല. നോക്കൂ, അറിവില്ലാത്ത ഒരു ചെറിയ കുട്ടി പോലും ആരെങ്കിലും പേടിപ്പിക്കുമ്പോൾ ഉടൻ തൻ്റെ മാതാവിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. മാതാവ് എത്ര ദുർബലയാണെങ്കിലും അവൾക്കരികിൽ താൻ സുരക്ഷിതനാണെന്ന് ആ കുഞ്ഞു കരുതുന്നു. അതുപോലെ ഒരു മുഅ്മിനെ ശത്രു ആക്രമിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അസ്തിത്വം മാത്രമാണ് അവൻ്റെ അഭയസ്ഥാനം. അതുകൊണ്ടാണ് ആത്മീയമായ അർത്ഥത്തിൽ പ്രാർത്ഥന അള്ളാഹുവുമായും ശാരീരികമായ അർത്ഥത്തിൽ ക്ഷമ മാനുഷികമായ മുൻകരുതലുകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. ക്ഷമയിലൂടെ ദൈവത്തോടുള്ള സ്നേഹം നിർബന്ധിത സാഹചര്യത്തിൽ തെളിയിക്കപ്പെടുന്നു. എന്നാൽ പ്രാർത്ഥനയിലൂടെ ദൈവത്തോടുള്ള സ്നേഹം അനുരാഗപൂർവം സ്വമേധയാ പ്രകടിപ്പിക്കപ്പെടുന്നു. പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും നാം സ്വയം സൃഷ്ടിക്കുന്നതല്ല, മറിച്ച് ശത്രുക്കൾ കൊണ്ടുവരുന്നതാണ്. നാം അവ സഹിക്കുകയും അള്ളാഹുവിനെ കൈവിടാതിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമസ്കാരവും പ്രാർത്ഥനയും മനഃപൂർവ്വമുള്ള ആരാധനകളാണ്. നമസ്കരിക്കാൻ ആരും നമ്മെ നിർബന്ധിക്കുന്നില്ല, നാം സ്വയം ചെയ്യുന്നതാണ്. ചുരുക്കത്തിൽ, ക്ഷമയിലൂടെ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ തെളിവ് നാം നിർബന്ധിത സാഹചര്യത്തിൽ നൽകുന്നു. പ്രാർത്ഥനയിലൂടെ അത് സ്വമേധയാ പ്രകടിപ്പിക്കുന്നു.
ഈ രണ്ട് കാര്യങ്ങളും ഒത്തുചേരുമ്പോൾ സ്നേഹം പൂർണ്ണമാവുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്യുന്നു. ക്ഷമയെക്കുറിച്ച് മുകളിൽ വിവരിച്ച അർത്ഥങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ ആയത്തിൻ്റെ താല്പര്യം ഇപ്രകാരമാണ്. ഒന്ന്, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോൾ പരിഭ്രമിക്കരുത്, അവയെക്കുറിച്ച് പരാതിപ്പെടുകയും ചെയ്യരുത്. സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിങ്ങൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. 3, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിക്കാൻ സഹായിക്കുന്ന കൽപ്പനകൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അവ പ്രവർത്തിക്കുന്നതിൽ യാതൊരുവിധ മടിയും കാണിക്കരുത്, മറിച്ച് പൂർണ്ണമായ അചഞ്ചലതയോടെ അവ പാലിക്കുക. ആത്മീയ പദവികൾ കൈവരിക്കുന്നതിന് ഈ 3 കാര്യങ്ങൾ സഹായകമാണ്. നിങ്ങളിവ എപ്പോഴും ഓർമ്മയിൽ വെക്കുക. നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ദൗത്യങ്ങൾ പൂർത്തിയാക്കുന്നതിൽ നിങ്ങൾ വിജയിക്കുകയും നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ സ്വലാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥതലങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ സൂക്തത്തിൻ്റെ താല്പര്യം ഇപ്രകാരമാണ്. 1, സത്യവിശ്വാസികളെ, നമസ്കാരത്തിലൂടെ നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം തേടുക. 2, സത്യവിശ്വാസികളെ, പ്രാർത്ഥനകളിലൂടെ നിങ്ങൾ അവൻ്റെ സഹായം തേടുക. 3, സത്യവിശ്വാസികളെ, മതത്തിൽ അടിയുറച്ചു നിൽക്കുന്നതിലൂടെ അവൻ്റെ സഹായം തേടുക. 4, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് കരുണയും ദയയും കാണിക്കുന്നതിലൂടെ അവൻ്റെ സഹായം തേടുക. 5, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ സന്നിധിയിൽ പാപമോചനം ഇസ്തിഗ്ഫാർ തേടുന്നതിലൂടെയും നിങ്ങളുടെ തെറ്റുകൾക്ക് മാപ്പിരക്കുന്നതിലൂടെയും അവൻ്റെ സഹായം തേടുക. 6, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അവൻ്റെ സഹായം തേടുക. ചുരുക്കത്തിൽ ഇവയെല്ലാം അള്ളാഹുവിൻ്റെ നുസ്രത്തും പിന്തുണയും സഹായവും ലഭിക്കാനുള്ള മാർഗങ്ങളാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് പിന്നീട് കേൾപ്പിക്കുന്നതാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.